ഒന്നും പ്രതീക്ഷിച്ചല്ല സിനിമ കാണാനായിട്ട് വന്നത്. പക്ഷേ അത് ഭംഗിയായിട്ട് കണ്ടുകൊണ്ടിരിക്കുക, ഒരു പ്രശ്നവുമില്ല, ബോറടിക്കാതെ കണ്ടുകൊണ്ടിരിക്കുക. നമ്മൾ പിന്നെന്താണ് നന്നായിട്ട് എടുത്തിട്ടുണ്ട്. ഒരു തെലുങ്ക് സിനിമ എന്ന രീതിയിലുള്ള ആ ശൈലിയും കാര്യങ്ങളൊക്കെ അതിനകത്ത് വന്നിട്ടുണ്ട്. എങ്കിൽ നമുക്ക് വൺ ടൈം വാച്ചബിളാണ്, സുഖമായിട്ട് കണ്ടുകൊണ്ടിരിക്കുക, ഒരു പ്രശ്നമില്ല. ആവറേജ് ഫീലാണ്. ആക്ച്വലി എന്താ പറയുക, കുറേ മിസ്കാസ്റ്റുകളുണ്ട്. ആക്ച്വലി എന്താ പറയുക, നായകൻ തന്നെ വിഷ്ണു മഞ്ജു തന്നെ വളരെ നെഗറ്റീവ് ഒരു പുള്ളിയുടെ പെർഫോമൻസ് വളരെ മോശമാണ്. കാരണം പുള്ളിയുടെ ഫേസിലൊരു എക്സ്പ്രഷൻ വരുന്നില്ല. മാത്രമല്ല ഡയലോഗ്സ് ആയിരുന്നാലും മലയാളത്തിൽ ഡബ് ചെയ്ത് വരുന്നത് ഭയങ്കര ഒരുമാതിരി ഒക്വേർഡായിട്ടുള്ള ഡയലോഗ്സാണ് ഫീൽ ചെയ്യുന്നത്. മാത്രമല്ല കുറേ ആവശ്യമില്ലാത്ത തെലുങ്ക് പടമായുള്ള ആവശ്യമില്ലാണ്ട് റൊമാൻറ്റിക് കുറേ ക്രിഞ്ച് സീൻസ് ഉണ്ട്. വളരെ നെഗറ്റീവ് ആയിട്ട് അത് കൊണ്ടുപോകുന്നുണ്ട്. അത് ഒരുപാട് ട്രിം ചെയ്ത് കുറച്ചുകൂടി പടം ബെറ്ററായി തന്നെ. പിന്നെ ലാലേട്ടൻ വരുമ്പോഴും പ്രവാസ് വരുമ്പോഴാണ് തിയേറ്റർ ഓണാകുന്നത്. ലാലേട്ടൻ്റെ റോൾ വളരെ ചെറുതായിപ്പോയി. ആ ഒരു വിഷമേ ഉള്ളൂ. ഞാനൊരു ലാലേട്ടൻ ഫാനാണ്. ലാലേട്ടനെ കാണാൻ വേണ്ടി മാത്രമാണ് ഈ പടം രാവിലെ തന്നെ വന്ന് ഷോ കണ്ടത്. പക്ഷേ ലാലേട്ടൻ്റെ പെർഫോമൻസ് എല്ലാം അടിപൊളിയാണ്. കുഞ്ഞു റോളാണ്. പ്രവാസും അടിപൊളിയായിട്ടുണ്ട്. നമുക്കിപ്പോൾ ആ സിനിമ കൊള്ളാമെന്ന് വെച്ചാൽ അതൊരു ടിപ്പിക്കൽ തെലുങ്ക് മൂവി. ആ ഒരു തെലുങ്ക് മൂവിയുടെ ആ ഒരു വൈബിൽ ആ ഒരു മനസ്സിൽ കാണാൻ പറ്റിയൊരു പടമാണ്. പക്ഷേ അതിൽ ഈ സിനിമ കാണാനുള്ള പ്രധാന ഘടകമെന്ന് പറഞ്ഞാൽ ലാലേട്ടനാണ്. പക്ഷേ ലാലേട്ടൻ്റെ റോൾ ആരും ഒന്നും പറയാനില്ല. ഗംഭീരമായിരുന്നു ലാലേട്ടൻ്റെ ആ ഒരു പഞ്ചിലാണ് ലാലേട്ടൻ ആ പ്ലേസ് ചെയ്ത രീതിയും. പിന്നെ അതേപോലെ തന്നെ തെലുങ്ക് സംവിധായകരും തെലുങ്ക് ഓഡിയൻസിന് ലാലേട്ടൻ നല്ലൊരു വില കൊടുക്കണം. അത് ജനതാ ഗ്യാരേജ് കണ്ടപ്പോഴും ഇത് കണ്ടപ്പോഴും മനസ്സിലായി. ഒരു 3 മണിക്കൂർ എങ്ങനെയുണ്ടായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു ടിപ്പിക്കൽ തെലുങ്ക് പടമാണ്. അത് ആ ഒരു ടിപ്പിക്കൽ തെലുങ്ക് പടം എന്ന് പറയുമ്പോൾ അതിന് നമ്മളെങ്ങനെയാണ് എന്താണ് പറയാൻ പറ്റുന്നത് പറഞ്ഞാൽ അത് ആ ഒരു ടൈപ്പ് ഓഡിയൻസിനെ ടാർഗറ്റ് ചെയ്തിട്ടുള്ളൊരു പടമാണ്. അതൊന്ന് വർക്കാകുമോ ഇല്ല എന്നുള്ളത്